1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമം. ആ നിയമത്തിൽ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ ചില സമയം ചില കാര്യങ്ങൾ നിയമത്തിൻ്റെ മുന്നിലെത്താതെ നമ്മുടെ കർമ്മ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ വിശ്വസിക്കാറുണ്ട്, അല്ലേ? ചിലർ അത് ദൈവമായി കാണുന്നു, വേറെ ചിലർ കർമ്മയായി കാണുന്നു. താൻ ചെയ്ത ബലങ്ങൾക്കുള്ള സാധനങ്ങൾക്കുള്ള ബലങ്ങൾ നമുക്ക് അപ്പോഴപ്പോഴാ തിരിച്ചു കിട്ടുമ്പോഴാണ് കർമ്മ എന്ന് പറയുന്ന സാധനമെന്ന് നമ്മൾ ചിലർ പറയുന്നു. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ വലിയ ചർച്ചയിലൊന്നും പോകുന്നില്ല. അപ്പോൾ വിഷയം നമ്മുടെ ജാസ്മിൻ ജാഫർ തന്നെയാണ്. ജാസ്മിൻ ജാഫർ തൻ്റെ ജീവിതാനുഭവം ബിഗ് ബോസിൽ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു പയ്യനെ അങ്ങ് നൈസായിട്ട് വലിച്ചു കയറിയായിരുന്നു. ആ പയ്യനാണ് സിയാദ്. ആദ്യത്തെ കാമുകനല്ല, അതിനു മുമ്പ് മറ്റൊരു കാമുകൻ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സിയാദ് വളരെ വ്യക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിയാദ് എന്താണ് ഏതാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് കാണും. ഇടയ്ക്ക് അന്ന് അസ്ലാം അലി കൈസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് ഏതാണ്ട് 1 മണിക്കൂറോളം നീളമുള്ളൊരു വീഡിയോ ജാസ്മിൻ ജാഫർ തൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ ആ വീഡിയോയിൽ ഇടയ്ക്ക് സിയാദ് എന്ന് പറയുന്ന എക്സ് ലവറിനെ വിളിച്ചിട്ട് അങ്ങനെയല്ലടാ അങ്ങനല്ലേ ഓ എന്ന് അവനൊരു പറച്ചിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മ കാണണമെന്നില്ല. ഞാൻ ആ വോയിസ് തപ്പിപ്പോയായിരുന്നു, ചാനലിൽ മിസ്സിങ്ങിലാണ്. മുക്കി വീഡിയോ. അപ്പോൾ ചാനലിൽ ആ വീഡിയോ ഇല്ല, മുക്കി. അല്ലെങ്കിൽ ഞാൻ അതെടുത്ത് വെച്ചൊന്ന് കേൾപ്പിച്ചു തന്നെ. അന്ന് സിയാദിനെ വിളിച്ചിട്ട് വെള്ളപൂശി വിട്ടായിരുന്നു, ജാസ്മിനെ വെള്ളപൂശി. പകരം സിയാദ് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു. അവനെ കൊണ്ട് പറഞ്ഞ് പേടിപ്പിച്ച് പറയിപ്പിച്ചു എന്ന് ഞാൻ പറയത്തില്ല, യാചിച്ച് പറയിപ്പിച്ചു എന്ന് ഞാൻ പറയും. കാല് പിടിച്ചു, സിയാദിൻ്റെ കാല്, എക്സ് ലവറായ സിയാദിൻ്റെ കാല് പിടിക്കുന്നത് പോലെ കെഞ്ചി പറഞ്ഞു ഈ പറയുന്ന ജാസ്മിൻ ജാഫർ. ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വയ്ക്കാം. കെഞ്ചി പറഞ്ഞു, എടാ ഒരു ജീവിതമാണ്, പെണ്ണിൻ്റെ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് ഒഴുക്കി മനസ്സലിയിപ്പിച്ച് പൊട്ടം തട്ടിച്ച് അവനെ കൊണ്ട് പറയിപ്പിച്ചു. ഇനി നിനക്ക് ഇതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ പറ്റിച്ചു എഗെയിൻ. കാരണം വീണ്ടും ബിഗ് ബോസിൽ പോയിട്ട് അവനെ വലിച്ചേറി വിട്ടു. അവനിപ്പോൾ വീണ്ടും സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് അവൻ്റെ വീഡിയോസിൻ്റെ താഴേക്ക് പോയി കമൻറ്റ് ചെയ്യുന്നു. അതുപോലെ അവൻ്റെ ഫാമിലിയിലൊക്കെ ചോദിക്കുന്നു, അവളങ്ങനെ അറിഞ്ഞില്ല ഡാ എന്നുള്ളൊരു ചോദ്യമൊക്കെ അവൻ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അവൻ വീണ്ടും സമൂഹത്തിൻ്റെ മുന്നിൽ നാറേണ്ട ഒരു അവസ്ഥ അവനുണ്ടായി. അതിന് കാരണം വീണ്ടും ജാസ്മിൻ ജാഫർ തന്നെയാണ്. അപ്പോൾ എക്സ് ലവറായ സിയാദിൻ്റെ ഒരു റീലാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ കുറേ ചാനലുകാർ നാറികൾ വന്നിട്ടുണ്ട്, ഇവൻ്റെ അവളുടെയൊക്കെ ഫോട്ടോ മുക്കി വെച്ചും കൊണ്ടൊക്കെ ഉള്ള രീതിയിൽ കോപ്പില പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പറയുന്ന കൈസ് അസ്ല ഇഷ്യൂ, ജാസ്മിൻ ഇഷ്യൂവിൽ അന്ന് ഈ പറയുന്ന അസ്ലയും കൈസിനെ മനഃപൂർവ്വം കെട്ടുകഥ ചമച്ചുണ്ടാക്കി വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ജാസ്മിൻ ചെയ്തത്. ഇല്ലാ കഥ പറഞ്ഞ് എന്നൊക്കെ നമ്മൾ ചുരുക്കത്തിൽ പറയും. അന്ന് അസ്ല ചെയ്തത് ഒരു തെറ്റാണ്, കോൾ റെക്കോർഡ് ചെയ്ത ഒരു തെറ്റല്ലാണ്ട് അസ്ല തൻ്റെ ലൈഫിൽ വേറെ തെറ്റ് ചെയ്തതായിട്ട് എനിക്കറിയില്ല, മനസ്സിലായോ? ഈ ഒരു കേസിൽ വേറെ തെറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു കോൾ റെക്കോർഡ് ചെയ്ത് അത് ഭയങ്കര തെറ്റ് പരിപാടി തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം സത്യാവസ്ഥ ഉണ്ടെന്ന് ഇന്ന് സിയാദ്, തൻ്റെ എക്സ് ലവറായ സിയാദ് വളരെ വ്യക്തമായി ടാങ്കോയുടെ കേസ് ഉൾപ്പെടെ പറയുന്നുണ്ട്. ഈ ടാങ്കോ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നല്ലതായും ചീത്തയായും യൂസ് ചെയ്യാം. അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്, പക്ഷെ മോശമായ രീതിയിൽ യൂസ് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം പറ്റി നമ്മുടെ സിയാദ് വളരെ വ്യക്തമായിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വച്ചടി ഓരോന്നിട്ട് കൊടുക്കാം. ഞാനിവിടെ കിടന്ന് ചലിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ സിയാദ് പറയുന്നത് എക്സ് ലവറായ സിയാദ്, ഫസ്റ്റ് ലവർ വേറെ ആരോ ആണെന്ന് തോന്നുന്നു, സെക്കൻഡ് ലവർ എങ്ങാണ്ടാണ് സിയാദ്. അപ്പോൾ സിയാദ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾപ്പിക്കാം. സിയാദ് കഴിഞ്ഞിട്ടാണ് മുന്നാക്ക. ഈ സിയാദ് മുന്നാക്കയും തമ്മിലൊക്കെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കേൾക്കാം. കാര്യങ്ങൾക്ക് എനിക്കൊരു വ്യക്തത കിട്ടിയാൽ മതി. അതായത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ടായി കലിപ്പനേട്ടായി നീയാണ് സമ്മതിക്കാറുന്നതൊക്കെ. എനിക്ക് പിന്നെ അതിനൊക്കെ തന്നെ കഴിഞ്ഞൊരു സമയത്ത് അസ്ലയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് നീ വന്നിട്ട് ആ ഒരു വീഡിയോ കാളിനകത്ത് വന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല ജാസ്മിനെ നിന്നെ വളർത്തിയത് ഞാനാണോ എന്നൊക്കെ പറഞ്ഞ് നീ മാറ്റി ചോദിച്ചിട്ടുണ്ട്. ആ സംഭവം എന്തുവാ? അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, മനസ്സിലായില്ലേ? ഞാൻ നാട്ടിലല്ല, എനിക്ക് എന്റെ അവിടെ നിന്നും എന്റെ വീട്ടിൽ നിന്നും കാര്യങ്ങൾ നല്ല പ്രശ്നമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എന്റെ പറഞ്ഞ് വെറുതെ അവളെ ലൈഫ് ഇല്ലാതാക്കണ്ട അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ എന്റെ ഒരു മനസാക്ഷി കൊണ്ട് ഞാൻ പിന്നെ ഇല്ലാന്ന് പറഞ്ഞ് വിട്ടതാണ്. പക്ഷെ അതും ഞാൻ എന്റെ ഉണ്ട്, പ്രൂഫ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് വേണ്ടെന്ന് വെച്ച് മിണ്ടാതെ വിട്ട കാരണം വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ തനി വീണ്ടും എടുത്തോ. ഇങ്ങനെയൊക്കെ പറയണോ നിന്നെ വിളിച്ച് പറഞ്ഞിട്ടാണോ നീ പറഞ്ഞേ? എന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഈ കാണുന്നില്ല. ഈ ഒരു ഷെഫീന ബീഗമ അങ്ങനെ കുറച്ച് ലേഡിയൊക്കെ ഇല്ലായിരുന്നു, എന്റെ പേരൊക്കെ എടുത്തിട്ട്. അതിന് വ്യക്തമായിട്ട് വേറൊരു കാര്യം പറയാനാണെങ്കിൽ റിങ്ങിന്റെ കേസ് ലൈവിൽ അവൾ എന്റെ ചോദിച്ചിട്ടില്ല.
റിംഗ് എന്തോ ലൈവിൽ എന്റെ ചോദിച്ചിട്ടില്ല. റിംഗിന്റെ കേസ് റിംഗ് എല്ലാരും പറയുന്നത് കേട്ടോ, 50,000 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് കേട്ടോ. കേക്കാവോ? കേൾക്കാം. അത് എത്ര രൂപ റിംഗ് ആയിരുന്നു? അല്ല, ജാസ്മിന്റെ സൈഡിൽ നിന്ന് പറയുന്നത് 50 രൂപ. അങ്ങനെയൊന്നുമില്ലടാ, എടാ 50 രൂപ ഒന്നുമല്ല. ബാക്കി ഒരു ചെറിയ കുഴപ്പമില്ലാത്ത ഒരു ഡയമണ്ട് റിംഗ് തന്നെ 9,000 10,000 ഉണ്ട്. ചെറിയൊരു കല്ല് വരുന്നു. ഇല്ലാന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ ഒരു ലെവലുള്ളത് എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റും. അതിനെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അത് വലിയ ഇതാക്കാതെ തന്നെ ഞാൻ പറഞ്ഞു, ശരി നീ 50 രൂപ മോതിരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് കൊറിയർ അയച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനായിട്ടുള്ള പറയും 50 രൂപ മോതിരം അവർക്ക് വേണമെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ വെച്ചിരിക്കുന്നത്, കുഴപ്പമില്ല, എനിക്ക് കൊറിയർ അയച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇന്നാള് കലിപ്പ് എന്നൊക്കെ പറയുന്നത് അത് ഇന്നാൾ കുറെ എനിക്ക് എടുത്ത് അയച്ചത് ഇന്നലെ. ഞാൻ ജാസ്മിനെ അടിയാവും മെയിൻ കാരണം ഈ ടാങ്ക് ആണ്. ഓപ്പണായിട്ട് പറഞ്ഞാൽ ഈ ടാങ്ക് ആണ് ഞാൻ അവൾ മെയിൻ അടിയാവും. കാരണം വെച്ചാൽ നീ ഒരു പെണ്ണിന് 1000 ചുമ്മാ കൊടുക്കും. ഞാൻ ഓപ്പണായിട്ട് ചോദിക്കട്ടെ, നീ കൊടുക്കും? അല്ല, ഞാൻ നീ മാരേജ് ആക്കിയതല്ലേ, നിന്റെ പെണ്ണ് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ആള് ഒരു 10-20,000 ചുമ്മാ കൊടുക്കുമ്പോൾ നിനക്ക് ഡൗട്ട് വരില്ലേ? ഒരു ജസ്റ്റ് ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ. എടാ ഇങ്ങനെ ചോദിച്ചു ഡെയിലി എനിക്ക് ഒരുത്തവരെ അടിച്ച് ഓടിക്കണം എന്റെ പരിപാടി. അത് ഒരുത്ത ആര് ജോക്കർ എന്ന് പറഞ്ഞ ഒരുത്തൻ, അതിന് വേറെ ഒരുത്തൻ, അതിന് മുന്നേ ഇവ മറ്റേ നോറ മറ്റേ അവളില്ലേ ഒരു പെണ്ണ് തന്നെ ലേഡി, അവളെ സപ്പോർട്ടർ എന്തോ ആയിരുന്നു. ജാസ്മിനെ പയ്യ വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതാ. നോറയുടെ സപ്പോർട്ടർ ആയിരുന്ന മുന്നേനെ ജാസ്മിൻ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നു. അങ്ങോട്ട് വലിച്ചോണ്ട് വന്നു. ഇവളാണെങ്കിൽ കാക്കു 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 എന്ന് പറഞ്ഞ് വിളിച്ച് ബർത്ത്ഡേ സമയത്ത് അറിയാ ഓപ്പണായിട്ട് പറഞ്ഞ അവളെ ബർത്ത്ഡേ അന്ന് ഞാന്, അമീന്, പിന്നെ എന്റെ വേറൊരു ആഷിഖ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, പിന്നെ സുലുവിനൊക്കെ അറിയാലോ. നമ്മളെല്ലാം ഒരുമിച്ചാണ് ഇവിടെ വീട്ടിൽ പോയത്. പോയി ഇവൻ ഗിഫ്റ്റ് എല്ലാം അയച്ചു കൊടുത്ത് 2ാമത്തെ ദിവസമായപ്പോ ഞാനും അവളും അടിയായി. ഓപ്പണായിട്ട് പറഞ്ഞ ആ ദിവസം അടിയാവണമെന്ന് വെച്ചാൽ ഇവൻ ഒരു കുഴപ്പമില്ലാത്ത എന്തോ ഒരു ഗിഫ്റ്റ് എന്തോ അയച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അത് ഈ സംസാരിച്ചാണ് അടിയായത്. അടുത്ത ദിവസമായപ്പോ തന്നെ അവൾ ഇഷ്ടമില്ല, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് അതായത് നിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയി മുന്ന ജാസ്മിനെ. ഓപ്പണായിട്ട് പറഞ്ഞ അങ്ങനെയാണല്ലോ. ഞാൻ മുന്നേക്ക് ഞാൻ ഇപ്പൊ പുറത്താണ് അറിയാം. ഞാൻ വൈകിട്ട് എത്തിയിട്ട് ഞാൻ മുന്നേ ആ സമയത്ത് ചാറ്റ് അയക്കുക, ആ ഡേറ്റ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. ആ സമയത്ത് മെസ്സേജ് കാര്യങ്ങൾ. ഈ കാര്യം നിന്റെ ജാസ്മിന്റെ കാര്യം ജാസ്മിന്റെ വീട്ടിൽ അറിയാമോ? പിന്നെ അറിയാത്തത് ഉമ്മാക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ. ആ സമയത്ത് അവൾ അത്താക്ക് എന്തോ പുറത്തിറങ്ങാൻ പറ്റില്ല. ആൾക്കാരൊക്കെ കാരണം വെച്ചാൽ 2-3 പേരല്ലോ. ഞാൻ അവൾ ഇഷ്ടംപോലെ വീഡിയോസ് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഫാൻ പേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്നതാ. അപ്പൊ നിന്റെ കാര്യം അത്താക്കും ഉമ്മാക്കൊക്കെ അറിയായിരുന്നു, നിന്റെ കാര്യം അറിയാമല്ലോ. അപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന കള്ളത്തരമല്ലേ അപ്പം ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്? പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ അഫ്സല്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആരെയും കാര്യം ദേഷ്യം അവളുടെ എനിക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷേ പിന്നെ ഒരു പെണ്ണല്ലേ ജീവിച്ചു പോട്ടുന്നുള്ള ലെവലാണ് ഞാൻ അന്ന് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് വിട്ടത്. അത് ഇട്ട് കഴിഞ്ഞപ്പോഴും അറിയാം എനിക്ക് എന്റെ വേണ്ടപ്പെട്ട അമീന് അങ്ങനെ കുറച്ച് കുട്ടികന്മാരുണ്ട്. അവനൊക്കെ അന്ന് തെറി വിളിച്ച് പോയിട്ട് ഇന്നുവരെ എന്റെ അടുത്ത് വന്നിട്ടില്ല. കാരണം വെച്ചാൽ അവന്മാർക്ക് അറിയാം എന്റെ അവസ്ഥ കണ്ടിട്ടുള്ളതാണ് അവന്മാർ. അസ്ല ജാസ്മിൻ ഇഷ്യൂവിനകത്ത് പോലും അന്ന് ജാസ്മിൻ പറഞ്ഞിട്ടാണ് നീ വിളിച്ച് സംസാരിച്ചത്. അന്ന് ആ വീഡിയോ കാള് വെറും ഒരു ഫേക്ക് ആയിരുന്നു. അപ്പം ആ കാള് അല്ലേ എന്റെ വിളിച്ചടാ, ഞാൻ ഇത് പോട്ട് ജീവിച്ച് പോട്ടെന്നുള്ള ലെവലിലാണ്. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല പ്രശ്നം ഉണ്ടാവില്ല. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മ പറഞ്ഞ വെച്ചാൽ ഇവിടെ ഒരു പെണ്ണുള്ളതാണ്, മനസ്സിലായില്ലേ? ആ ലെവലിൽ ഞാൻ പിന്നെ അത് ഞാൻ അന്ന് ഇതേപോലെ റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു. അവളുടെ തനി സ്വഭാവം മനസ്സിലായല്ലോ. അന്ന് ഈ പറയുന്ന പോലെ ഒരു കോള് ഈ പറയുന്ന സിയാദ് അന്നൊരു കോള് വിളിച്ച് ഈ പറയുന്ന ജാസ്മിന്റെ വീഡിയോയിൽ സിയാദ് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സിയാദ് അന്ന് സിയാദിന്റെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടാണ് പിന്നെ ഒരു പെണ്ണല്ലേ എന്നുള്ള ഒരു പരിഗണന കൊടുത്തിട്ടാണ് സിയാദ് അവൾ പറഞ്ഞതുപോലെ പറഞ്ഞത്. നീയാണോ എന്നെ വളർത്തിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വളർത്താൻ നിന്റെ വാപ്പ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ച് തീർത്ത് വിട്ടതാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ ജാസ്മിൻ പറയിപ്പിച്ചാണ്. ഒരു പെണ്ണല്ലേ ജീവിതം തൊലയണ്ട എന്നുള്ള രീതിയിൽ സിയാദും പറഞ്ഞു. പക്ഷെ അവന് വീണ്ടും അവളിട്ട് പണി കൊടുക്കുകയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ എന്നുള്ളൊരു ഭാവവും താൻ എന്തൊക്കെയാണെന്നുള്ളൊരു തോന്നൽ അത് തന്നെയാണ്. ഈ പറഞ്ഞാൽ ആദ്യം സിയാദ് കഴിഞ്ഞിട്ട് സിയാദിന് മുമ്പേ ആരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ മുന്ന കഴിഞ്ഞിട്ട് അഫ്സൽ, ഇപ്പം ജബ്രിയിൽ വന്ന് നിൽക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദ റിലേഷൻഷിപ്പ്. എന്തായാലും ഈ സിയാദ് പറയുന്ന വാക്കുകളിൽ ഓരോന്നും സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേട്ടിട്ട് എനിക്ക് അത്രയും ഒരു ക്ലാരിഫിക്കേഷൻ അതിലൊന്ന് കിട്ടുന്നുണ്ട് സിയാദിന്റെ വാക്കുകളിൽ നിന്നും. എന്തായാലും ബാക്കി കേട്ട് നോക്കാം. ഇത് നമ്മളെ ബെട്രാക്സ് ബോയുടെ ചാനലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് വേണ്ട ആൾക്കാരെല്ലാം പറഞ്ഞു നീ വീഡിയോ എടുത്തിട്ട് എന്തിനു വീഡിയോ എടുത്തിരുന്ന അതിന്റെ ആവശ്യം എന്തിനാണ്? ഇവള് ഇതേപോലെ കാണിച്ചിട്ട് ഞാൻ എന്റെ ഒരു മനസാക്ഷി കൊണ്ട് ഞാൻ പോട്ടെന്ന് വെച്ച് ഞാൻ അന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോ ആ വീഡിയോ അവള് പോസ്റ്റ് ചെയ്ത് രാത്രിയായപ്പോൾ അവളെ തനിക്കോണം വീണ്ടും കാണിച്ചു. നീ ചെയ്തതെല്ലാം നിനക്ക് വന്നല്ലോ. ഞാൻ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുകയാണ് ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വന്നല്ലോ. ഞാൻ എന്താണ് ചെയ്തത് അവളുടെ അടുത്ത്? വേറെ കാര്യം ചോട്ടെ, ഈ വിഷയങ്ങളെല്ലാം ഒരു 1.5-2 വർഷം മുന്നേ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ എന്നോട് പറഞ്ഞതൊക്കെ നീ വേറെ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ജാസ്മിൻ എല്ലായിടത്തും പറയുന്നത് ഞാനാണ് ലോകം മൊത്തം. വേറെ ആൾക്കാരുടെ പറയേണ്ട ആവശ്യമില്ല. എന്റെ കൂടെയുള്ള 3/4 പേർക്കും അറിയാം. എല്ലാവരും ഇത് പറയേണ്ട ആവശ്യമില്ല. ആ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേസിൽ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ഞാൻ പച്ചയ്ക്കാണ് ടാങ്ക് ഒന്ന് തെറി വിളിച്ചത്. നിങ്ങളെല്ലാം കണ്ട ആൾക്കാരാണല്ലോ. ടാങ്ക് ഞാൻ തെറി വിളിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ.
ഞാൻ എന്റെ പുതിയ അക്കൗണ്ട് തുടങ്ങി ആ ടാങ്കൂരിൽ ലൈവ് ഇടുന്നതും പൈസ കൊടുക്കുന്നവന്മാരും എല്ലാ പെണ്ണുങ്ങളെ നിർത്തിയിട്ടാണ് ഞാൻ ചീത്ത വിളിച്ചത്. അവിടെ മാത്രമല്ല എല്ലാവരും വിളിച്ചു. കാരണം വെച്ചാൽ പുറത്തുനിന്ന് കാണുന്നവന്മാരെല്ലാം വിചാരിക്കും ഇവളുമാര് ചുമ്മാ ലൈവ് ഇട്ട് ഉണ്ടാക്കുന്ന പൈസയാണ്. അല്ലെ അങ്ങനെ അല്ല, നീ ചുമ്മാ ഒരു പെണ്ണിന് കൊണ്ടിട്ട് 30,000-40,000 കൊടുക്കും. ഇല്ല ഇതാണ് കൊടുക്കുന്നത്. ഇത് കാരണമാണ് അടിയുണ്ടാവണം മെയിൻ കാര്യം. ഞാൻ ഓരോ ഡെയിലി ഓരോരുത്തന്മാരെ അടിച്ചടിച്ച് ഓടിക്കുന്നതാണ് എന്റെ പരിപാടി. വേറെ ചോദ്യം ചോദിക്കട്ടെ, ഈ റീൽസ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നീ അല്ലേ ഒരുപാട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത്. ആൽബത്തിന്റെ കേസൊക്കെ ഒരു ആൽബം ഒക്കെ എടുത്തിട്ടില്ലേ നീ? അതാണ് മെയിൻ. ആ നിഹാൽ തൊടുപുര എന്ന് പറഞ്ഞ ഒരുത്തനെ എനിക്ക് മെയിനെ കാണുന്നില്ല. ഞാൻ അവന്റെ 100 വട്ടം പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല, നീ പോയിട്ടോ. അന്ന് അവൻ വിളിച്ചോണ്ട് പോയതാണ് ഇവിടെ കാണാൻ മെയിൻ കാരണം. അന്ന് കണ്ടപ്പോഴാണ് ഇവിടെ സംസാരിച്ചുള്ള നമ്പർ എല്ലാം മേടിച്ച്, അതാണ് മെയിൻ പ്രശ്നം. അവനാണ് എന്നെ വിളിച്ചോണ്ട് പോയത്. അല്ല സോഷ്യൽ മീഡിയ അവനെ കാണണമെങ്കിൽ ഫസ്റ്റ് അവനെ ഇടിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫാൻ പേജിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലേ? ഞാൻ മുക്കാലും ഞാൻ ഡിലീറ്റ് ആക്കി വെച്ചു. ഞാൻ ആ സമയത്തുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ എല്ലാവരും തെറി വിളിച്ച്. ഞാൻ തന്നെ മിക്കത് ലേഡീസ് ആണ്. കാരണം എന്ന് വെച്ചാൽ അവര് ഒരു ഇഷ്ടം കൊണ്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ എന്റെ ഒരു മൈൻഡ് ആ ഒരു സമയത്തായോണ്ട് ഞാൻ തെറി വിളിച്ച് ഡിലീറ്റ് ആക്കിയാണ് ചെയ്ത മെയിൻ. നീ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് പേര് ഇപ്പം നിനക്ക് ഇങ്ങനെ പഴയ വീഡിയോസ് ഒക്കെ പറഞ്ഞ് ഷെയർ ആക്കുന്നത്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? പഴയ വീഡിയോ അത് ഞാൻ കുറെയൊക്കെ പറഞ്ഞ് ഡിലീറ്റ് ആക്കി വെച്ചു. ഞാൻ നമുക്ക് എന്ത് ഇതെല്ലാം പോസ്റ്റ് ആക്കിയ വീഡിയോസ് ആണ്. കാരണം വെച്ചാൽ അക്കൗണ്ടിൽ പോസ്റ്റ് ആക്കിയ വീഡിയോസ് ആണ്. അതില് കയറി ആ സമയത്ത് ഇന്നാള് മുന്നേ എന്തോ സ്റ്റാറ്റസ് ഇട്ടുന്ന കുറെ ആൾക്കാർ ഷെയർ ആക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവം? അവനെ ഇവിടെ തന്നെ മതി, ഇങ്ങനെയാണ് മതി. ഞാൻ നിനക്ക് ചാറ്റ് അയച്ചുതരാം. ഞാൻ അന്ന് മുന്നേ പറയും ചെയ്തു. ജാസ്മിന്റെ ഉമ്മ അത് എന്നാണ് ഡേറ്റ് കൂടെ നോക്കിയത്. ഞാൻ ജാസ്മിന്റെ ഞാൻ മുന്നേ പറഞ്ഞു അവളെ ഉമ്മ പറഞ്ഞതിന്റെ പേരിലാണ് നിന്നെ ഒന്നും ചെയ്യാത്തത്. കാരണം വെച്ചാൽ ആ സമയത്ത് ഓപ്പണായിട്ട് പറഞ്ഞാൽ എന്റെ ചങ്ങായിമാര് എല്ലാവരും കൂടി ചേർന്ന് അവനെ ഇൻസ്റ്റയിലും അതിലും ജാസ്മിൻ കുറെ നാൾ ഇൻസ്റ്റ ഇല്ലായിരുന്നു എന്നൊക്കെ പറയാനായിട്ടില്ലേ. ആ സമയത്ത് ഈ പ്രശ്നമൊക്കെ നടന്ന സമയത്ത് അവളെ ഡിലീറ്റ് ആക്കി പോയതാണ് ഈ മുന്നായിട്ടുള്ള സീനൊക്കെ. എന്താ ഒന്നിനും നമ്പാൻ പറ്റൂല. ഞാൻ പിന്നെ അന്നും ജാസ്മിനെ നല്ലപോലെ അറിയാം. ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ അവള് നാറും അറിയാം. കാരണം വെച്ചാൽ ഇവള് പറയുന്ന പോലെ മറ്റേ കോൾ റെക്കോർഡ് എടുത്തിട്ടും മറ്റേതെടുത്തിട്ടും ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ പ്രൂഫ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. അത് ജാസ്മിനെ നല്ലപോലെ അറിയാം. ഞാൻ പിന്നെ വാ തുറന്നു കഴിഞ്ഞാൽ ഇവളൊക്കെ നാറും. മെയിനാ നാറാൻ പോണത് ആ മുന്നേ മെയിനാ നാറെന്ന് വെച്ചാൽ കൺഫേം ഇടുന്നാറും. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ജാസ്മിനുമായിട്ട് നീ അഫയർ ആവുന്നതിന് മുന്നേ ജാസ്മിൻ വേറെ അഫയർ വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കും. അവള് ഇപ്പൊ കലിപ്പെന്ന് പറയില്ലേ, ചിലപ്പോ എനിക്ക് എന്റെ ഇതില് ആൾക്കാരെല്ലാം കാണുമ്പോൾ വിചാരിക്കും ഞാനും അവളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിരുന്നതല്ലേ. ആ ആൾക്കാർ വിചാരിക്കും ഞാനെന്നെ വിചാരിക്കും. ചിലപ്പോൾ അവളെ അറിവിൽ വേറെ ആരെങ്കിലും കാണും. പക്ഷെ എനിക്ക് മുന്നേ അടുത്തുണ്ടായിരുന്നു. അവൻ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. മെയിൻ കേസ് അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ എന്റെ വായൊക്കെ തുറന്നു തന്നെ ജാസ്മിന് നാറും. അവൾ ഇൻസ്റ്റയും കാണൂല, യൂട്യൂബും കാണൂല, ഒന്നും കാണൂല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്നെ കൊണ്ട് തുറപ്പിക്കാതിരിക്കുന്ന അവിടെ നല്ല. ഞാൻ അന്ന് അവിടുത്തെ പറഞ്ഞു ഞാൻ റിങ്ങിന്റെ കേസോ മറ്റേ കോളിന്റെ കേസ് ഞാൻ പറഞ്ഞു തീർക്കും. ഒരിടത്ത് എന്റെ പേര് നീ ഇനി പറയില്ല. ഞാൻ അവിടെ അന്ന് ഞാൻ പറഞ്ഞു ഒരിടത്ത് നീ എന്റെ പേര് ഇനി പറയില്ല, എല്ലാം ഇവിടെ വെച്ച് തീർന്നോന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഓക്കെ മറ്റാണ് മറിച്ചാണ്. ഇപ്പൊ മറ്റേ ബിഗ് ബോസിൽ പോയിട്ട് അവക്കൊരു മറ്റേടത്ത് കാമുക ഉണ്ടായിരുന്ന എന്റെ വായുന്നതിൽ വേറെ എന്തൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ നീ മറ്റേ അസ്ലാടെ കണ്ടായിരുന്നല്ല അല്ലെ? അതിലായിരുന്നു ആ ടോക്ക് വന്നതാണ്. അസ്ല ജാസ്മിൻ ആയിട്ടുള്ള വിഷയം. ബിഗ് ബോസ് ഒന്നും ഞാൻ കാണുന്നില്ല. ആൾക്കാർ എനിക്ക് ഷെയർ ആക്കി തരണമാണ് കാണുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ അത് തന്നെ. ഇതൊക്കെയാണ് മനസ്സിലായല്ലോ. അതിന്റെ സ്വഭാവം മനസ്സിലായല്ലോ. ഇങ്ങനെ ഞാൻ സഹിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. അപ്പോ നിന്റെ അടുത്ത് വലിയൊരു ചതിയാണ് കാണിച്ചത് ജാസ്മിൻ. അവള് ഇപ്പൊ മറ്റേ മുന്നേ വിട്ടല്ലോ എന്തൊക്കെ പറഞ്ഞെടുക്കൊണ്ട് പോയതല്ലേ. അല്ല ഇപ്പൊ പുതിയ ഒരാളാണല്ലോ അഫ്സൽ എന്ന് പറയുന്നത്. ലൈവിൽ പറ്റയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. നീ ആ ടാങ്ക് ഉപയോഗിക്കുന്ന ആൾക്കാരടുത്തൊക്കെ കണ്ടു തന്നെ പറഞ്ഞു 100-150% ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലൈവിൽ പോയാണ് ഞാൻ പറഞ്ഞത് 100-150% അവൻ കെട്ടൂല. അപ്പൊ അത്രയ്ക്ക് ചോണ്ടെങ്കിൽ ഇപ്പൊ കെട്ടോളാം കൺഫേം കാണില്ല. ഞാൻ അന്ന് പറഞ്ഞു നീ കെട്ടൂല. ഞാൻ ഇന്നും എല്ലാം ഉറപ്പിച്ചെന്നെ പറയണം. അവൻ കെട്ടൂല എന്ന് എനിക്ക് 100-150% ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ അതിന് മുന്നേ അവനെ പറ്റി കുറെ കാര്യങ്ങൾ ആൾക്കാർ ഒന്ന് പറയുന്നതാണ്. എനിക്കറിയില്ല, പേഴ്സണലായിട്ട് എനിക്കറിയില്ല കാര്യങ്ങളൊക്കെ. പ്രൂഫും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർ പറയുന്നതാണ് അവര്. അവൻ കെട്ടയൊന്നുമില്ല. ഞാൻ മുന്നേ വിളിച്ച് ഇതാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു നീ പൈസ കൊടുത്ത് മേടിച്ചല്ലോ. അപ്പൊ അവൻ എന്റെ അടുത്ത് ആ ഒരു ഡയലോഗ് എന്റെ അടിച്ചിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കുന്ന എന്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആണോ പറഞ്ഞ കോളിൽ. അതായത് ടാങ്കോ ഇന്ന് പൈസ കൊടുത്ത് ജാസ്മിനെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഞാൻ എന്റെ ദേശം കൊണ്ട് ഞാൻ പച്ചയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു. ഓപ്പണായിട്ട് പറയില്ല. ഞാൻ പച്ചയ്ക്ക് മുന്നേ വിളിച്ചിട്ട് അവളെ അനാവശ്യമായിട്ട് പറഞ്ഞു. മുന്നേ തെറി വിളിച്ച് ഞാൻ 2-3 ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടാണ്. അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവന്റെ ചോദിച്ചു നീ ഇവിടെ പൈസ കൊടുത്തല്ലടാ മേടിച്ചത്, എത്ര നാൾ നീ കൊണ്ട് ഓട്ടിക്കും. അപ്പൊ എന്റെ അടുത്ത് അടിച്ചൊരു ഡയലോഗാണ് പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും. അല്ല അപ്പൊ ഇപ്പൊ പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ, പുതിയൊരു കഥാപാത്രം അഫ്സൽ എന്ന് പറയുന്ന. ബിഗ് ബോസ് വഴിയൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു എവിടെങ്കിലൊക്കെ കൊണ്ട് കയറിയാൽ മതി എന്നുള്ള ഇതിൽ നിൽക്കുന്നവർ കൊണ്ട് കയറി. എന്തായാലും നീ രക്ഷപ്പെട്ടില്ലേ? എന്തായാലും ചെയ്യാതെ രക്ഷപ്പെട്ടു. ശിവശിവ എന്തൊക്കെയാ കേൾക്കുന്നേ നോ അശ്ലീല എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന സിയാദിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി ഈ പറയുന്ന സിയാദ് പൈസ കൊടുത്തുകൊണ്ടിരുന്നെന്ന് തോന്നുന്നു. അതിനുശേഷം മുന്നാക്ക വന്നിട്ട് കൂടുതൽ പൈസ കൊടുത്തപ്പം സിയാദിനെ തേച്ചിട്ട് മുന്നാക്കരുടെ കൂടെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സാധനമാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാവാൻ സാധിച്ചത്. എന്തായാലും കൊള്ളാം ഇക്കമാര് എല്ലാം കൂടി പാവം ഇക്കമാരെ എല്ലാവരെയും ജാസ്മിൻ ഇങ്ങനെ തയ്ക്കണ്ടായിരുന്നു. എന്തായാലും കഷ്ടം.
ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. അവന്മാരെ കയ്യിലുള്ള എത്രയോ പൈസ പോയെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അവന്മാർ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അയ്യോ ഹൂ. എന്തായാലും പിന്നെ ഒരു കാര്യം പറയാം, വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന പെണ്ണ് അതുവഴി പോട്ടെ എന്ന് വിചാരിക്കുക, നന്നായി രക്ഷപ്പെട്ടു എന്ന് മാത്രം വിചാരിക്കുക. അത് സിയാദ് അതാണ് മനസ്സിലാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ബാക്കി കേൾക്കാം. ആരെങ്കിലൊക്കെ വേണ്ടേ? നീ രക്ഷപ്പെട്ടല്ലോ എന്തായാലും, എന്തോന്നാ നീ രക്ഷപ്പെട്ടല്ലോ എന്തായാലും. ഓ അയ്യോ, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലോ അതിനെ വേണ്ട. ഞാൻ ഒരു പാവം തോന്നി അന്ന് ചെയ്തപ്പോ അവള് തിരിച്ച് അന്ന് നൈറ്റ് വന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടുകയാണ്, നീ ചെയ്തതല്ല നിനക്ക് കിട്ടിയല്ലോ. ഞാൻ നീ അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യമായിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുത്തത് വേറൊരാളാണ്, 25,000 രൂപയുടെ നല്ല ഡ്രസ്സ് ഇടുന്ന അന്നേരമാണെന്ന്. അപ്പൊ ഇവരുടെ ഫാമിലിയെ പറ്റിയും അല്ലെങ്കിൽ അവൾക്ക് എവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാലും അവർക്ക് പോകും, എവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാലും അവർക്ക് പോകും. പിന്നെ ഇവളെ പോലെ ഇങ്ങനെ കണക്ക് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം വെച്ചല്ലേ പൈസ എത്ര കൊണ്ട് പൊട്ടിച്ച് കളഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. പൈസ എല്ലാം ഇവർക്ക് മേടിച്ചു കൊടുത്തു, അവർക്ക് അത് മേടിച്ചു കൊടുത്തു, ഇത് മേടിച്ചു കൊടുക്കുന്നില്ല. മറ്റേ മോതിരത്തിന്റെ കേസ് വന്നപ്പോഴേ 50 രൂപ മോതിരം എന്ന് പറഞ്ഞവളാണ് അവൾ. ആണെങ്കിൽ പോലും ഞാൻ ശരി ഞാൻ സമ്മതിക്കുന്നില്ല, 50 രൂപയ്ക്ക് തന്നെ ഞാൻ മേടിച്ചു. അപ്പൊ അവളെടുത്ത് തിരിച്ച് കുറെ അയച്ചാൽ ഞാൻ അന്ന് പറയുകയും ചെയ്തു അവളെടുത്ത്. എനിക്ക് അയച്ചിട്ടില്ല, ചിലപ്പോൾ ബിഗ് ബോസ് പോയതിന്റെ തിരക്കിലായിരിക്കും അയക്കാത്ത, വന്നിട്ട് തിരിച്ച് അയച്ചു തരുമായിരിക്കും. അല്ല അപ്പൊ ഇവരുടെ വീട്ടുകാർക്ക് എങ്ങനെയായിരുന്നു? ഇവർ പറയുന്നത് വെറും പാവപ്പെട്ടവരായിരുന്നു, ഒന്നും ഇല്ലാത്തവരായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തുവാ? അങ്ങനെയായിരുന്നോ? അത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അറിയാം. കാര്യം എന്ന് വെച്ചാൽ അവളെ വാപ്പ എവിടെ നിന്നൊക്കെ കടങ്ങൾ മേടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ്, സമാധാനമില്ല, ഇങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ ഈ ടാങ്കോയിൽ കയറി ഈ പെണ്ണ്, ഈ ടാങ്ക് എന്ന് പറയുന്ന ആപ്പളിയാ നല്ല ആപ്പല്ല അറിയാം. ഞാന് പേഴ്സണലായിട്ട് ആര് ലൈവ് ചെയ്യണതും മറ്റേ പ്രൈവറ്റ് ചാറ്റ് ചെയ്യണതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അല്ലെങ്കിൽ നല്ല ആപ്പല്ല അറിയാം. നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട്, നമ്മൾ ചോറ് തന്നെ തിന്നുന്നത്. പിന്നെ ചോദിക്കുന്നത് ചിലപ്പോൾ പറയും പീക്ക് ഇടുന്നോണ്ടാണ് ഇങ്ങനെ കിട്ടണം, അല്ലെങ്കിൽ ഡെയിലി പീക്ക് വേണ്ട, ഡെയിലി 30,000-40,000 അയച്ചു കൊടുക്കുക. മറ്റേ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാതെ ആരെങ്കിലും ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കും. മനസ്സിലായി. ഞാൻ അന്ന് എല്ലാത്തിനും അന്ന് എനിക്ക് അത്രയും എന്റെ കിളിയെല്ലാം പറഞ്ഞിട്ട് അന്ന് രാത്രി ഞാനും എന്റെ കൂട്ടുകാരന്മാരെല്ലാം കൂടി ഇന്നൊരു പച്ചയ്ക്ക് തെറിയാണ് വിളിച്ചത്. എല്ലാത്തിനും ഞാൻ ഓപ്പണായിട്ട് പറയാലോ, തെറിയാണ് വിളിച്ചത്, പച്ചയ്ക്ക് തെറി വിളിച്ച് ഞാൻ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു, മുന്നേ ഇവനെ എല്ലാത്തിനും ചേർത്ത് തന്നെ പറഞ്ഞു. അല്ലെ ഡെയിലി ഓർത്തന്മാരെ അടിച്ചടിച്ച് വിടുന്ന പരിപാടികളാണ് എനിക്ക്. ആദ്യം ഒരു ജോക്കർ എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വേറൊരുത്തേക്ക്, അതിന് വേറൊരുത്തേക്ക്, അത് 4ാമത്തെ സമയത്താണ് ഇവൻ കയറി ഓർമ്മ. ഞാനാണെങ്കിലും നീ ആണെങ്കിൽ പോലും ഒരു 1000 രൂപ പോലും ഒരുത്തിക്ക് വെറുതെ ആരും കൊടുക്കൂല. മനസ്സിലായി. ഇപ്പം എന്തായാലും ഇപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ എന്താ റെക്കോർഡ് ചെയ്യുവാണ്, ഞാൻ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ എന്തായാലും എത്തിക്കും. സത്യമായിട്ടുള്ള മുഖം എന്തായാലും ജാസ്മിൻ എന്താണെന്നുള്ള എല്ലാം അറിയണം. മാത്രമല്ല അന്ന് കേട്ട ഒരു പേരുദോഷം നിനക്കത് മാറണം, നീ കള്ളത്തരം പറഞ്ഞു എന്നുള്ളത്. അന്ന് എടാ ഇത് എനിക്ക് ഇപ്പൊ നീ ചോദിച്ചതിന്റെ പേരിൽ ഞാൻ കാര്യം പറയുന്നേ ഉള്ളൂ. കാര്യം വെച്ചാൽ എന്തെന്നറിയാം അവിടെ സംഭവം, ഞാൻ അന്ന് ഇവിടെ നാട്ടിക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് കൺഫേം ആയിട്ട് എനിക്ക് നാട്ടിക്കായിരുന്നു അറിയാം. കാരണം വെച്ചാൽ ഞാനും അവളും തമ്മിൽ കറങ്ങാൻ പോയപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് പോലും എനിക്ക് നാട്ടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോട്ട് ഈ കച്ചറ ഐറ്റം പോട്ട് എന്നുള്ള മൈൻഡിലാണ് ഞാൻ ആ സമയത്ത് അവൾ എന്തൊക്കെ പറഞ്ഞറിയാവോ. കാരണം ഈ മുന്നേ കിട്ടാൻ വേണ്ടി അവൾ എന്തൊക്കെ എന്റെ പറഞ്ഞറിയാം. എന്റെ ചോദിച്ചു എന്റെ അടുത്തൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ പിറകെ വീണ്ടും പോയിട്ടും രണ്ടാമത് ഞാൻ അവൾ എന്റെ അടുത്തൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്, റീച്ചിന് വേണ്ടിയല്ലേ നീ എന്റെ കൂടെ നിൽക്കുന്നത്. നീ ജാസ്മിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ടൊക്കെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ടോ? സത്യമാണോ അത്? അത് നമ്മൾ സ്നേഹിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മള് പോവാതിരിക്കൂലല്ലോ. ഞാൻ അവളുടെ അടുത്ത് കുറെ വട്ടം പോയി, സംഭവം ഇങ്ങനെയാണ്, ഞാൻ ചൂടായത് എന്റെ തെറ്റാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പോയിട്ടുണ്ട്. സംഭവം എന്ത് പറയാളിയാ, അവളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് മറ്റുള്ള ഫീലിങ്സ് ഒന്നും മനസ്സിലാവില്ല. ഞാൻ കരഞ്ഞറിഞ്ഞ് പോയിട്ട് പോലും അവൾ ആ സമയത്ത് കാര്യം വെച്ചാൽ വേറെ പെണ്ണ് കിട്ടാത്തൊന്നുമല്ല, വേണമെന്ന് വെച്ചാൽ വേറെ പെണ്ണ് കിട്ടുകയും ചെയ്യോളെ. പിന്നെ ഞാൻ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് നോക്കിയിട്ട് അവളെ പിറകെ പോയപ്പോഴേ അവൾ എന്റെ പറയാണ് റീച്ചിന് വേണ്ടി നിൽക്കില്ല, ആ മുന്നേ കിട്ടാൻ വേണ്ടി റീച്ചിന് വേണ്ടി നിൽക്കില്ലെന്ന് എന്റെ ചോദിച്ചത്. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. അത് ആ സമയത്ത് എനിക്ക് ആവശ്യത്തിന് റീച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് വലിയ റീച്ച് അല്ലെങ്കിൽ പോലും ആവശ്യത്തിന് കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അക്കൗണ്ടൊക്കെ ലൈവ് ഇരുന്ന ആളൊക്കെയാണ് നീ, അറിയാലോ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇരുന്ന. വലിയ രീതിയിലെങ്കിലും കുഴപ്പമില്ലാത്ത റീച്ചൊക്കെ എനിക്ക് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഈ പറഞ്ഞ ഡയലോഗിന് ശേഷം ഞാൻ പിന്നെ ഒന്നിനും വലിയ ആക്റ്റീവ് അല്ല, ഞാൻ ഒന്നിലും പിന്നെ ആൽബം ഷൂട്ടിങ്ങിനോ അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നും പോയിട്ടുമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വലുതായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവർ കുറച്ച് സംസാരിക്കുന്നുണ്ട്. ബെറ്റർ എക്സ്പോയുടെ ചാനലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ മുഖംമൂടികളാണ് ഓരോന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു കീറി ഞെരിഞ്ഞമർന്നു പോകുന്നത് എന്ന് മാത്രമേ എനിക്കിതിൽ ചുരുക്കി പറയാനുള്ളൂ. കാരണം ഒറിജിനൽ സ്വഭാവം ഇതൊക്കെ ആയിരുന്നു. ഓരോരുത്തരുടെ മറ്റേ ടാങ്കയും പീങ്കയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യന്മാർ അങ്ങോട്ടും കിടന്ന് അടിപെടേണ്ട ഒരു അവസ്ഥയാണ്. ഓരോരുത്തന്മാരെ ചതിച്ച് പറ്റിച്ചും സത്യം ഒരുത്തൻ കൂടുതൽ പൈസ എടുത്ത് മുന്നാക്കി അയച്ചു കൊടുത്തപ്പോൾ അവൻ്റെ കൂടെ റിലേഷനിലായി, പിന്നെ എൻഗേജ്മെൻ്റ് ആയി, പിന്നെ അവസാനം അവൻ്റെ കൂടെ എന്തിനാണ് ബ്രേക്കപ്പ് ആയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം അഫ്സലും കഞ്ഞിവെള്ളം പരിവായിട്ടുണ്ട്, കാരണം ഗബ്രി അകത്തുണ്ടല്ലോ. ഇതാണ് എനിക്ക് സത്യം പറഞ്ഞ പേഴ്സണലി ഈ ജാസ്മിൻ്റെ സ്വഭാവം ഇപ്പോൾ കേട്ട് എനിക്ക് പിടിക്കുന്നില്ല. എന്തൊക്കെയോ ഒരു മിസ്സിങ് എനിക്ക് ഭയങ്കരമായിട്ട് ബാഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന് ഈ സിയാദ് പറഞ്ഞ കാര്യങ്ങൾ അന്ന് സിയാദിനെ കൊണ്ട് ബലമായി പറയിപ്പിച്ച കുറച്ച് വോയിസാണ് ജാസ്മിൻ്റെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ ആ വീഡിയോ മുക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷൻ ജാസ്മിൻ പുറത്ത് വന്നിട്ട് തരേണ്ടി വരും. കാരണം കള്ളം പറഞ്ഞ അന്ന് ആൾക്കാരുടെ ജനപ്രീതികളെല്ലാം പിടിച്ച് പറ്റിയതല്ലേ കള്ളം പറഞ്ഞ്. എന്തായാലും ഇതിൻ്റെ സത്യം ജാസ്മിൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും.
വളരെ വ്യക്തമായിട്ട് ജാസ്മിൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പയ്യന്മാർക്ക് മാത്രം മാനം പോയി കഴിഞ്ഞാൽ അവന്മാരുടെ മാനത്തിന് വിലയില്ല, ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. നമ്മൾ എല്ലാവരും ചോദിക്കും, ചോദിക്കേണ്ടടുത്ത് ചോദിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ പറയുന്ന പോലെ നല്ല പരിപാടികളാണ് കാണിച്ച് വെച്ചിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ഹൗസിൻ്റെ അകത്തും അതേ ഗുണം തന്നെ അവിടെ കാണിക്കുന്നുണ്ടെന്നും വളരെ വ്യക്തമാണ്. എന്തായാലും കൊള്ളാം. ടാങ്കോയും കൊള്ളാം, പീങ്കോയും കൊള്ളാം, മാങ്ങയും കൊള്ളാം. ടാങ്കോയും മാങ്ങയൊക്കെ കൊള്ളാം. നല്ല പരിപാടികൾ തന്നെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. പാവം അന്ന് അസ്ലയെ വലിച്ചു കയറി ഒരു കാര്യമില്ല. അസ്ലയും കൈസിനെ അന്ന് ഒരുപാട് ദ്രോഹിച്ചു. അതിനെ പറയാം, ദ്രോഹിച്ചു അസ്ല. അവളന്ന് കുറേ കരഞ്ഞു കേട്ടോ. ഞാൻ ആ കരച്ചിൽ എനിക്ക് നല്ലൊരു ജെന്യൂനിറ്റി ഫീൽ ഉണ്ടായിരുന്നു. അവളുടെ കരച്ചിൽ ഒരു തെറ്റും ചെയ്യാതെ എന്തോ കയ്യബദ്ധം പറ്റിയൊരു വോയിസ് റെക്കോർഡ് ചെയ്തതിൻ്റെ പേരിൽ അവളന്ന് അനുഭവിച്ചത് വേദന, ദുഃഖം, അതൊന്നും പറഞ്ഞാൽ ഒരിക്കലും തീരത്തില്ല. ആ കണ്ണുനീരിന് ഇവള് ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം കള്ളം കൊണ്ട് മെനിഞ്ഞു കൂട്ടിയ ചീട്ട് കൊട്ടാരം തകർന്ന് വീഴത്തന്നെ ചെയ്യും. അതുപോലെ കൈസിനെ അന്ന് അവനെ വെല്ലുവിളിച്ചും അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവനെ കൊണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ചോളാൻ അവൻ പേടിച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ ഇമേജ് തകരണ്ട എന്നുള്ള രീതി. കാരണം ഈ കുശുകുശു പറഞ്ഞെന്നുള്ള രീതിയിൽ ആകുമെന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞതാണ്. അവസാനം അവൻ അത് പൊളിച്ചടിക്ക് കൈ കൊടുത്ത് ഓക്കെ ഫൈൻ. പക്ഷേ അവിടെ അസ്ല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നേരെ ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടാകുകയും അവളെ വലിച്ചെറിയോളം ചവരി പിടിച്ചു. സത്യം ന്യായം അവളുടെ ഭാഗത്താണെന്ന് എനിക്കന്ന് വ്യക്തമായിരുന്നു. കാരണം അസ്ലയുടെ അടുത്ത് ഞാനന്ന് സംസാരിച്ചായിരുന്നു. പക്ഷെ നമ്മളെ മിതമായ തെളിവുകളും കാര്യങ്ങളും ഇല്ല എടുത്തന്ന് വയ്ക്കാനായിട്ട്. അതുകൊണ്ട് അതങ്ങ് വിട്ടതാണ്. ഇപ്പം എന്തായാലും സിയാദ് മുന്നോട്ട് വന്ന് സംസാരിച്ച സ്ഥിതിക്ക് അത് തന്നെയാണ്. സിയാദ് അന്ന് സംസാരിക്കാൻ വില്ലിങ് അല്ലായിരുന്നു. അന്ന് സിയാദ് സംസാരിച്ചിരുന്നെങ്കിൽ അന്നേ തീർന്നതന്നെ ഇവളുടെ വെട്ടിങ് കിടക്കെ. ഇവളെ ബിഗ് ബോസിൽ എത്തൂല, ഒരിടത്തും എത്തൂല. മനസ്സിലായോ? പിന്നെ ഇപ്പോൾ സിയാദ് മുന്നോട്ട് വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ കുറേ പേര് ചിലപ്പോൾ ചോദിക്കും സിയാദ് ഇത്രയും ദിവസം വരാതെ ഇപ്പോൾ കയറി വന്നിരിക്കണമെന്ന്. 2 ദിവസം മുമ്പേ മറ്റേ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴേ ഇവനെ ചുമ്മാ ആവശ്യമില്ലാതെ ഇവനെ വലിച്ചേറി ഒട്ടിച്ച് ഇവനെ നാട്ടുകാരെല്ലാം ഇവൻ്റെ കമൻറ്റ് ബോക്സിലും ഇവന് മെസ്സേജ് അയപ്പും ഒക്കെ ആയി. അങ്ങനെയാണ് ഇപ്പോൾ സിയാദ് മുന്നോട്ട് വരികയും അതിൻ്റെ എക്സ്പ്ലനേഷൻ നിന്ന് ക്ലിയർ ആക്കുകയും ചെയ്തത്. എന്തായാലും തുടർന്നുള്ള വീഡിയോസിലും കാര്യങ്ങളിലും നാളെ നോക്കട്ടെ. ഇതിൻ്റെ മൊത്തത്തിൽ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും കൂടി അറിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്നു. എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ടണം.